മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. എടി അപ്പോൾ നമ്മൾ ഉണർന്നു, നമ്മൾ പല്ലിക്കാൻ പോവാണ്. പല്ല് കഴിച്ചിട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി, ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് തട്ടാനുള്ള തീരുമാനമായിരുന്നു. മാസ്റ്റർ ഷെഫ് ഓൾറെഡി ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കാപ്പി ഇട്ടു. പിന്നെ ഇവളുടെ വീടിൻ്റെ പുറത്തെ സൈഡിൽ ബാൽക്കണി സൈഡ് ഒരു അടിപൊളി ഇങ്ങനെ ഇരിക്കാനുള്ളൊരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി വീക്ക്ലി വൺസ് നമ്മുടെ ഹെയർ ഓയിലിംഗ് ഡേ ആണ്. അതാണ് അടുത്ത പരിപാടി. ഞാൻ ആദ്യം മിസ് അക്ഷരബൽബറ്റിന് ഹെയർ മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അക്ഷരബൽബറ്റ് എനിക്ക് ഹെയർ മസാജ് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് തലയിൽ എണ്ണ വെച്ചുള്ള കുളി. ബാക്കിയുള്ള ദിവസം നമ്മൾ കുളിക്കാറുണ്ട്. പക്ഷേ തലയിൽ എണ്ണ വെച്ചുള്ള കുളി വീക്ക്ലി വൺസ് ആണ്. പിന്നെ ഇവിടെ ഒരു പച്ചക്കറി തോട്ടം സെറ്റപ്പ് ആക്കാനുള്ള ചെറിയൊരു കലാപരിപാടിയിലാണ് അക്ഷരബൽബറ്റ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ കുറച്ച് മണ്ണൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പം തക്കാളിയും വഴുതനങ്ങയും വിത്തൊക്കെ നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി നേരത്തെ. ഇനി അതൊക്കെ പറിച്ച് നടാണ്. മാറി വലുതാവണമല്ലോ, ചെടിയൊക്കെ വലുതാവണ്ടേ. അപ്പം നമ്മൾ കുറച്ച് സ്ഥലം കൊടുക്കണം. ഓരോ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചൊക്കെ ഓരോ കുറച്ച് തൈ ഒരു സെറ്റായിട്ടൊക്കെ നമ്മൾ മാറ്റിയൊക്കെ നട്ടു കേട്ടോ. അപ്പം നമ്മൾ കർഷക സ്ത്രീയായി നമ്മൾ കൃഷിപ്പണിയൊക്കെ ചെയ്യും. നമുക്കെല്ലാം അറിയാം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി അടുത്ത് നമ്മുടെ പരിപാടി വെള്ളം ഒഴിക്കലാണ്. നമ്മുടെ വീടിനകത്ത് കുറേ ചെടികളൊക്കെ ഉണ്ട്. കുറേ മണി പ്ലാന്റും സ്നേക്ക് പ്ലാന്റും ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അത് മിസ് അക്ഷരബൽബറ്റ് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാണ്. പിന്നെ ഈ കാണാൻ പോകുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരു മെസ്സേജാണ് ഈ കുട്ടി മുട്ടകൾ നമുക്ക് തരുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി. ആക്ച്വലി ഇന്ന് അടുത്ത പരിപാടി നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോവാണ്. അതാണ് അടുത്ത നമ്മുടെ വിശേഷം. ഇനി ഗ്ലോബൽ വില്ലേജിൽ ചെന്നിട്ടാണ് അടുത്ത വിശേഷം നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി. നമ്മൾ ടാറ്റ് പറഞ്ഞ വണ്ടിയിൽ കയറി. ഇദ്ദേഹമാണ് നമ്മുടെ സ്പാൽബർ, ഇദ്ദേഹമാണ് കേട്ടോ ഒന്ന് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ പാട്ടൊക്കെ കേട്ട് സെറ്റായിട്ട് പോവാണ്. നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പിക്ക് ചെയ്യാൻ പോകട്ടോ നമ്മൾ. ഗൈസ്, അങ്ങനെ അതാ നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ ഫുള്ള് പൊളിക്കാനുള്ള പരിപാടിയാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവിടുന്നാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന്. ഇത് നോർമൽ ഡേയ്സിലാണെങ്കിൽ 25 ദിർഹമും പിന്നെ വീക്കെൻഡ് ആണെങ്കിൽ 30 ദിർഹമും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ പവലിയന്റെ പാർട്ട് ആയതുകൊണ്ട് ഫുള്ള് ഇന്ത്യൻ സ്റ്റോൾസ് ഉണ്ട്, കുറേ ഉണ്ട്. ഫുഡ് കോർട്ട്. ഇവിടുത്തെ വാഷ്റൂമിന്റെ ഒക്കെ ലുക്ക് ഉണ്ട്. ഗൈസ്, ഇതാണ് ഗ്ലോബൽ വില്ലേജ്. പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് പവിലിയൻസ് ഉണ്ട്. ഓരോ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന പവിലിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, അവരുടെ ഡ്രസ്, പിന്നെ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ പവലിയനിൽ പോവും. അപ്പോൾ കയറുന്ന എല്ലാ പവലിയൻ്റെ വിശേഷം നിങ്ങളെ കാണിക്കാം. എല്ലാ പവലിയനിലും ഒന്നും നമുക്ക് കയറാൻ സമയം കിട്ടത്തില്ല കേട്ടോ. അതാണ് വേറൊരു സംഭവം. പിന്നെ ഇതൊരു ഭയങ്കര രസമാണ്. പിന്നെ എല്ലാ വർഷവും നമുക്കൊരു നേർച്ച പോലെയാണ്. എല്ലാ വർഷവും ഇവിടെ വന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലായിടത്തും ഒന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി രസമാണ്. ഫുൾ ലൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ് ഓഫ് ഡേ ബൈ മീനു. ഇങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഗ്ലോബൽ വില്ലേജ്. ഒരറ്റം തൊട്ട് മറ്റൊരറ്റം വരെ ഒരുപാട് മായ കാഴ്ചകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു റീലൊക്കെ എടുത്തു കേട്ടോ. റീലൊക്കെ എടുത്തതിന്റെ വീഡിയോ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ബർഗർ ഉണ്ട്. എന്താണ് ഇതിന്റെ പേര്? ഫ്ലാറ്റ് ബർഗറോ എന്തൊരു സാധനം. അടുത്ത് നമ്മൾ ഫ്ലാറ്റ് ബർഗർ ട്രൈ ചെയ്യാൻ പോവാ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസിന് ഫുള്ള് ട്രൈ ആയിരിക്കും. കഴിച്ച ശേഷം നമ്മളൊരു വഴിയാവും. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. മലയാളി ഭക്ഷണം ഇവിടെ മറ്റേ നീരാളി വാ ഇതിലെ നമുക്ക് ഇങ്ങനെ പോയാലോ? പോണ്ട. ഓക്കെ എടി, അതെവിടെ അടി? ഒരു പിടുത്തമില്ല കേട്ടോ. നമ്മളടുത്ത ഫ്ലാറ്റ് ബർഗർ ട്രൈ ചെയ്യാൻ പോവാട്ടോ. അപ്പൊ അതിന്റെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ഫേമസ് ആയിട്ട് നമ്മൾ മസ്റ്റ് ട്രൈ ചെയ്തിരിക്കേണ്ട കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്.
അപ്പം ഇതുണ്ട്, നമ്മളൊരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് നടന്നെത്താൻ തന്നെ കുറേ സമയം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ കുറേ സ്റ്റോഴ്സാണ്. നമ്മളിങ്ങനെ മനസ്സിനെ പറഞ്ഞ് നമുക്കൊരു മനസ്സിലൊരു ബലം ഉണ്ടായിരിക്കണം. എല്ലായിടത്തും ഒന്നും നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കടയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല, എന്തോ ഒരു കുട്ടി ഷോപ്പാണ്. ഫുഡിൻ്റെ കുറേ സ്റ്റോൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം എത്തും. ഫ്ലാറ്റ് ബർഗർ നമ്മൾ കഴിച്ചിട്ട് ഇപ്പം അഭിപ്രായം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, സർപ്രൈസ്, ഞാൻ ആ ഫ്ലാറ്റ് ബർഗറിൻ്റെ റിവ്യൂ പറയുന്ന വീഡിയോ കാണുന്നില്ല ഗൈസ്, എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ പറയാം. അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹൈപ്പൊക്കെ കണ്ടിട്ടോ പോയത്. പക്ഷേ ഫ്ലാറ്റ് ബർഗർ ഭയങ്കര ഫ്ലാറ്റ് ആയിപ്പോയി. എൻ്റെ അത് പ്രത്യേകിച്ച് ഫീലിംഗ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ചിലപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയുടെ കുഴപ്പമായിരിക്കും. ഫ്ലാറ്റ് ബർഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബർഗർ എക്സ്പെക്ട് ചെയ്യണമായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ വലിയ സാധനം എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. ഇനിയിപ്പോൾ അടുത്ത് നമ്മളൊരു പവലിയൻ കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആഫ്രിക്കയിലേക്ക് പോയാലോ എന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ആലോചന. ആഫ്രിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, കാണാനൊരു അടിപൊളി സ്ഥലമാണ്. അവിടുത്തെ പവലിയനിൽ നമുക്ക് സ്കിൻ കെയർ തൊട്ടിട്ട് ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്കെന്തോ ആഫ്രിക്കയിൽ കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മൾ ആഫ്രിക്കയുടെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു മേജർ ഐക്കോണിക് ഐറ്റമാണ് ഈ ഷിയ ബട്ടർ ഒറിജിനൽ സാധനം ഇവിടെ കിട്ടും. അപ്പം ഞാൻ ഒരു ആവേശത്തിന് ഒരു 3 വർഷം മുന്നേ 1 കിലോയുടെ ഷിയ ബട്ടറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട്, പക്ഷേ ഞാൻ തേക്കാറൊന്നുമില്ല, ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഡ്രൈ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട എല്ലാ കോസ്മെറ്റിക് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ അകത്തും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റോ ഷിയ ബട്ടർ. അപ്പോൾ അത് ഒറിജിനൽ സാധനം ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്കിന്ന് തന്നെ നല്ലതാട്ടോ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് അതായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ചേച്ചിയാണെങ്കിൽ നമ്മളുടെ ഭയങ്കര ബാർഗൈനിങ് ആണ്. അവര് വാങ്ങിക്കുമോ ഇല്ലയോ, ചേച്ചിയുടെ കഴിവ് ഇവരുടെ തേക്കുമോ ഇല്ലയോ. സുന്ദരികളെ എന്നൊക്കെ വിളിച്ച് നമ്മളെ വരുതിയിലാക്കാൻ ചേച്ചി ശ്രമിച്ചു. പക്ഷേ ചേച്ചി തോറ്റു. ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചില്ല. മെഹന്തി ഈ അക്ഷര ഈ കടയിലെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ച അവസാനം അവര് പൊക്കോളാനൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ അടുത്ത്. ഇങ്ങനെ ഒരുപാട് സാധന സാമഗ്രികൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും. ആഫ്രിക്കയിലെ ഏതോ ഒരു വാദ്യോപകരണമാണ്, എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല, എന്തോ ഇവർ പറഞ്ഞായിരുന്നു. അപ്പം ആളിങ്ങനെ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. എന്നിട്ട് ഇത് ബേസിക്കലി ആൾക്ക് നമ്മളെ കൊണ്ട് മേടിപ്പിക്കാന്നുള്ളതാണ് ആളുടെ ജോലി. പക്ഷെ നമ്മളിത് കണ്ട ഒരു കൗതുകത്തിൽ ഇത് ട്രൈ ചെയ്ത് നോക്കി. നല്ല ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമുക്ക് കൂടുതൽ മേടിച്ചിട്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ല. മനസ്സിലായി, നമുക്ക് കണ്ടോ മോനയുടെ ഡ്രസ്സ്. ഞാൻ മോനയുടെ വലിയൊരു ഫാനാണ് കേട്ടോ, മോന മൂവി. ഇനി അടുത്ത് നമ്മൾ ട്രിപ്പ് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. ചൈന വേണോ പാകിസ്ഥാൻ വേണോ? ഇതിലൂടെ പാകിസ്ഥാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ പാകിസ്ഥാനിലേക്കൊക്കെയാണ് പോകുന്നത്. ബെൽജിയം വഫൽ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നിങ്ങൾ വരുമ്പം ഡയറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വരരുത്. നിങ്ങൾക്ക് ചീട്ടയാണെങ്കിൽ നിങ്ങൾക്ക് വരാം. ചീട്ടയാണെങ്കിൽ ധൈര്യമായിട്ട് വരിക. അല്ലാതെ ഡയറ്റ് ഒന്നും ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മാനസികമായി നിങ്ങൾക്ക് പറ്റും തോന്നുന്നില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കഴിച്ച് മടുക്കും. ഗ്ലോബൽ വില്ലേജില് നമ്മൾ പലരും വരുന്ന പല ഇതാണ്. ചിലർക്ക് ഓരോ പവലിയൻ കാണാനായിരിക്കും, ചിലർക്ക് റൈഡ്സിലൊക്കെ കയറാനായിരിക്കും, ചിലർക്ക് ഞങ്ങളെ പോലെ ഭക്ഷണം ഫുള്ള് എല്ലാം പറ്റുന്നെല്ലാം കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയിൻ ഫോക്കസ് ഭക്ഷണമാണ്. എന്തൊക്കെ തിന്നാൻ പറ്റുമോ അതൊക്കെ നമ്മളിന്ന് തിന്നും. അടുത്ത ഇനി നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സൈഡിൽ പോവാണ്. അവിടെ നമുക്ക് അതായത് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ പോവാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ കോക്കനട്ട് മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നോട്ടൊക്കെ നിന്നാൽ അങ്ങനത്തേത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. മനസ്സിലായല്ലോ അല്ലേ?
ഒരു മനുഷ്യന്റെ നിലവിളിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു കോലാഹലമാണ്. നിങ്ങൾ ആ കേൾക്കുന്നത് മനുഷ്യന്മാരുടെ കരച്ചിലാണ്. ഈ കാണുന്ന മിന്നുന്ന സാധനങ്ങളുടെ ഉള്ളിൽ ഇതൊരു റൈഡാണ് കേട്ടോ. ഇത് അത്രയും മുകളിൽ പോകുന്നതാണ്. അപ്പോൾ ഇത് കയറിയിരിക്കുന്ന ആൾക്കാരുടെ കരച്ചിൽ നിലവിളി ശബ്ദമാണ് നിങ്ങൾ കേട്ടത് നേരത്തെ. ഗൈസ് ഇത്രയ്ക്ക് മുകളിലാണ്. ആകെ 2-3 പവലിയനിലേക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം ഭക്ഷണം കഴിച്ച് നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ്. പിന്നെ റൈഡ്സിലൊന്നും പിന്നെ അതുകൊണ്ട് കയറില്ല. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ മുകളിൽ പോയിട്ട് വഞ്ഞു പിടിച്ച് കയറാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വൊമിറ്റ് ചെയ്യും. അപ്പോൾ വെറുതെ പൈസ കൊടുത്തിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണം വൊമിറ്റ് ചെയ്ത് വെറുതെ എന്തിനാ ടയർഡായിട്ട് നല്ലൊരു ദിവസം ചളവാക്കുന്നത്? അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി വേറൊരു ദിവസം എന്തായാലും വരും. അപ്പോൾ ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. നമുക്കിവിടെ ഗ്ലോബൽ വില്ലേജിനുള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈഡ്സിൽ കയറാനോ അല്ലെങ്കിൽ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുക്കണം. അത് ഇപ്പം 30 ദിറംസിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഗെയിംസ് ഒക്കെ ആണെങ്കിൽ 30 ദിറംസ് 50 ദിറംസ് അങ്ങനെ ഒരു റേഞ്ചാണ്. ഇപ്പോൾ റൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ചിലത് 90 ദിറംസ് ചിലത് 150 ദിറംസ് വരെ ഉണ്ട് ഒരെണ്ണത്തിൽ ഒരാൾക്ക് കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് കോസ്റ്റാണ്. പക്ഷേ മൊത്തത്തിൽ ഭയങ്കര ഒരു ഒരു ഹാപ്പി ഒരു ഫെസ്റ്റിവൽ മോഡാണ്. പല ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഫുഡ് കഴിക്കാനായിരിക്കും, ചിലർക്ക് ഓരോ കൾച്ചർ ഫുഡ്, അതുപോലെ അവരുടെ ഡ്രസ്സ് ഷോപ്പിംഗ് അങ്ങനത്തെ ക്രേസ് ഉള്ളവരായിരിക്കും. പിന്നെ ചിലർക്ക് ഇങ്ങനത്തെ റൈഡ്സിൽ തന്നെ കയറിയിട്ട് അങ്ങനത്തെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ചിലർക്ക് ഇതുപോലെ വ്ളോഗ് എടുക്കാൻ വരുന്നവരുണ്ട്, ചിലർ റീൽ എടുക്കാൻ വരുന്നുണ്ട്, ചിലർ വെറുതെ വായി നോക്കി നടക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ പല പല കാറ്റഗറി ഓഫ് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. മൊത്തത്തിലൊരു ഹാപ്പി വൈബാണ്. അങ്ങനെ നമ്മളിവിടെ ഫുൾ കുറേ നേരം കറങ്ങി നടന്നു. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് കോഫിയും കൂടി കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ പോകാം കേട്ടോ. ക്ഷീണിച്ചു വെയ്യണ്ടായി അതോട്ടാ. ഇതാണ് അടുത്തതായി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം, കോഫി. ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ്, ടയർഡായി വയ്യാണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അവസാനം ഇതും കൂടി കഴിച്ച് ഈ പരിപാടി ഇവിടെ പരിസമാപ്തിയിലെത്തിക്കാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയി വന്നു, നമ്മൾ മേക്കപ്പ് ഒക്കെ മാറ്റി. അപ്പം ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാം കൂടെ നോക്കി അങ്ങനെ കഴിഞ്ഞു. ഇതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒരു വീക്കെൻഡിൽ വരുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.